സ്റ്റോപ്പ്. സോ നിങ്ങൾ ഇങ്ങനത്തെ ടഫ് സാധനങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലെഗിന് നല്ല രീതിയിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഏജ് വെക്കുന്ന ബാഡ്മിൻ്റൺ പ്ലേയേഴ്സിനെ സംബന്ധിച്ചോളം ലെഗിൻ്റെ സ്ട്രെങ്തും അവരുടെ സ്റ്റെബിലിറ്റിയും ഗ്രാജുവലി കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ അങ്ങനെയുള്ള ആൾക്കാർ കുറേ അധികം മെസ്സേജസ് നമുക്ക് അയക്കുന്നുണ്ട്, ലെഗിൻ്റെ സ്ട്രെങ്തിന് ഈസിലി കൂട്ടാൻ പറ്റുന്ന കുറച്ച് എക്സസൈസിൻ്റെ വീഡിയോസ് ചെയ്യാന്നുള്ള കാര്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് ഈ വീഡിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ലൂക്കാണ്. സോ ദിസ് ഈസ് ലൂക്ക്. ഹൈ പറയണ. സോ ഈ വർക്കൗട്ട്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ മാച്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലടാ, ലെഗ് സ്റ്റിഫ് ആവും. അപ്പോൾ പിന്നെ അവർ കളിക്കാൻ പറ്റത്തില്ലല്ലോ. കളിക്ക് ശേഷം ഇവർ നല്ലപോലെ ഇത് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? യെസ്, സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ടൈറ്റ് ആവുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ നിങ്ങളുടെ മസിൽസ് ടൈറ്റ് ആവാനും നല്ല മൂവ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ലഞ്ചസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് ലഞ്ചസ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ലഞ്ചസ്. സോ ഈ വർക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന സമയത്ത് കുറേ അധികം മൂവ്മെൻറ്റ്സ് ഈ ലഞ്ചസ് പോലത്തെ ലഞ്ചസ് അപ്ലൈ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോഴും ബാക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോഴും. സോ ഇതായിരിക്കും ലഞ്ചസിൻ്റെ പൊസിഷൻ. ഇത് ഒരു 10 കൗണ്ട്സ് ചെയ്യാനാണ് ബോത്ത് ലെഗ്സിനായിട്ട്. 1 ബാക്ക് അഗെയിൻ. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഏരിയയിലെ മസിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ അതിൻ്റെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ലഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ലഞ്ചസ് ആണ്. ബിക്കോസ് ബാഡ്മിൻ്റൺ വളരെയധികം ബാലൻസ് ആവശ്യമായിട്ടുള്ളൊരു സ്പോർട്സ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. റെഡി, ഗോ. 1 2. സെൻട്രലിൽ ടച്ച് ചെയ്യാതെയാണ് ബാക്കിലേക്ക് പോകുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാലൻസിനെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ബോത്ത് ലെഗ്സ് ഇതും ഒരു 10 കൗണ്ട്സ് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തേർഡ് ലഞ്ചസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ തേർഡ് വേരിയേഷൻ, ജമ്പിങ് ലഞ്ചസ്. റെഡി, ഗോ. 1 2 3. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചധികം എഫേർട്ട് വേണ്ട ഒരു വർക്കൗട്ടാണ്. സോ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്സ് ആണ്. സ്ക്വാട്സ് നമ്മൾ 3 രീതിയിലാണ് ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് പോകുന്നത്. സ്ക്വാട്സ് നമ്മൾ 3 ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നോർമൽ സ്ക്വാട്ട്. നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൽ ലെഗിനെ ഹോൾഡ് ചെയ്തതിന് ശേഷം. സോ റെഡി, 1. നീ ഫ്രണ്ടിലോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ബാക്കിലേക്ക് ഇരിക്കാനായിട്ടാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് വൈഡ്, കാല് കുറച്ചുകൂടെ വൈഡാക്കി വെച്ചതിന് ശേഷം ഫൂട്ട് കുറച്ച് പുറത്തേക്ക് ഓപ്പൺ ആക്കി വെക്കണം. സോ ഇങ്ങനെ ഓരോ ഫുഡ് പൊസിഷനിലും ഓരോ ഏരിയ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഓരോ മസിൽസിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ റെഡി, 1 ഫുൾ സ്ക്വാട്ട്. സോ ഇനീഷ്യൽ സ്റ്റേജ് നിങ്ങൾക്ക് ഹാഫ് സ്ക്വാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഫുൾ ഇരിക്കാതെ സെമി ആയിട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം എഴുന്നേറ്റിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ ഗ്രാജുവലി ഫുൾ സ്ക്വാട്ട്, ഫുള്ളായിട്ട് ബെൻഡ് ചെയ്തിട്ട് എഴുന്നേക്കുന്ന രീതിയിൽ ട്രൈ ചെയ്യുക. സോ തേർഡ് എന്ന് പറയുന്നത് നാരോ സ്ക്വാട്ട്സ് ആണ്. കാല് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഫുൾ സ്ക്വാട്ട്സ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ മറ്റേത് രണ്ടും ചെയ്ത് റെഡിയായി വരുന്നതിനനുസരിച്ച് ഇത് ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. റെഡി, ഗോ. 1 2. യെസ്. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ 3 വർക്കൗട്ട്സും ആഫ്റ്റർ മാച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം കളിക്ക് മുന്നേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെഗ് ടൈറ്റായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് റെസ്ട്രിക്റ്റഡ് ആവും. ആഫ്റ്റർ മാച്ച് ചെയ്തതിന് ശേഷം നല്ലതുപോലെ നമ്മളിതിന് മുന്നേ വീഡിയോസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മസിൽസ് എല്ലാം സ്റ്റിഫായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് എ തിങ്. സോ ഇതുപോലെ തന്നെ അപ്പർ ബോഡിയിലെ ഷോൾഡറിനും ഇതുപോലത്തെ സ്ട്രെങ്തനിങ് വർക്കൗട്ട്സ് ഉണ്ട്. അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നെക്സ്റ്റ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.